ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിൽ സ്മാർട്ട് വേക്ക് എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ഈ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിലെ ക്യാമറ ഓൺ ചെയ്യാൻ നമ്മളുടെ ഫോണിലേക്ക് പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ക്യാമറ ഓപ്പൺ ആയി വരും. അതുമാത്രമല്ല കേട്ടോ, നമുക്ക് നമ്മളുടെ ഫോണിൽ ഇപ്പോൾ നമുക്ക് പാട്ട് കേൾക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഫോണിൽ മ്യൂസിക് ആപ്പ് ഓപ്പൺ ചെയ്യും, നമ്മൾ പാട്ട് കേൾക്കും. എന്നാൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നോക്കുന്ന ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് മ്യൂസിക്കിൻ്റെ ഒന്ന് ജസ്റ്റ് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആയി വരികയും നമുക്ക് പാട്ട് കേൾപ്പിച്ച് തരികയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പാട്ട് മാറ്റണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് നമ്മൾ ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ഹൊറിസോണ്ടലായിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് നമുക്ക് മാറ്റി കിട്ടും. അതുമാത്രവുമല്ല, സോഷ്യൽ മീഡിയ ആപ്പുകളായ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന വാട്സപ്പും ഫേസ്ബുക്കും നമ്മളുടെ ഫോണിലെ ലോക്ക് സ്ക്രീൻ തുറന്ന് നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ആണെങ്കിൽ W എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കാണ് നമുക്ക് വേണ്ടെങ്കിൽ F എന്ന് ജസ്റ്റ് ഡ്രോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഫോണിൽ വർക്ക് ചെയ്യുക എന്ന് നോക്കാം. അടുത്തതായി നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ ജസ്റ്റ് മോഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്മാർട്ട് മോഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ രണ്ടാമത് കാണുന്ന സ്മാർട്ട് വേക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും സ്വൈപ്പ് അപ്പ് ടു അൺലോക്ക്, സ്വൈപ്പ് ഡൗൺ ടു ഓപ്പൺ ക്യാമറ, ഡ്രോ ടു പ്ലേ മ്യൂസിക്, സ്വൈപ്പ് ഹൊറിസോണ്ടലി ടു ചേഞ്ച് മ്യൂസിക്, ഡ്രോ W ടു ലോഞ്ച് വാട്സപ്പ്. അതിനുശേഷം നമുക്കിവിടെ താഴെ കാണാം ഡ്രോ F ടു ലോഞ്ച് ഫേസ്ബുക്ക്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചെയ്യുന്നത് സ്വൈപ്പ് ഡൗൺ ടു ഓപ്പൺ ക്യാമറ എന്ന ഭാഗത്ത് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഫിംഗർ കൊണ്ട് ജസ്റ്റ് താഴേക്ക് ഇവിടെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വന്നു. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ മ്യൂസിക് നമ്മളുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ പോകാതെ നമുക്ക് എങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഡ്രോ ടു പ്ലേ മ്യൂസിക് എന്ന ഭാഗം ജസ്റ്റ് എനേബിൾ ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ അല്ല, ജസ്റ്റ് സ്മോൾ ലെറ്റർ ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ പാട്ട് ഓപ്പണായി. അത് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും എൻ്റെ മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആയിട്ട് ഇവിടെ പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി നമുക്ക് താഴെ ഇവിടെ കാണാം സ്വൈപ്പ് ഹൊറിസോണ്ടലി ടു ചേഞ്ച് മ്യൂസിക്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തതിന് ശേഷം ഇവിടെ സ്ക്രീൻ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോൾ മ്യൂസിക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും സ്വൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും പാട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അടുത്തത് നമ്മൾ നോക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നമുക്ക് ജസ്റ്റ് W എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഡ്രോ W ടു ലോഞ്ച് വാട്സപ്പ്. ഞാനിവിടെ എനേബിൾ ചെയ്തതിന് ശേഷം വീണ്ടും സ്ക്രീൻ ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ജസ്റ്റ് W എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും വാട്സപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി വന്നു. നമുക്ക് നമ്മളുടെ ഫോണിലെ ലോക്ക് സ്ക്രീനൊന്നും ഓപ്പൺ ചെയ്യാതെ നമുക്ക് നമ്മളുടെ ലോക്ക് സ്ക്രീൻ ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ W എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സപ്പ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് നോക്കാം ജസ്റ്റ് ഫേസ്ബുക്ക് എന്ന് നമുക്ക് കാണാം ഡ്രോ F ടു ലോഞ്ച് ഫേസ്ബുക്ക് എന്ന് കാണാം. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് സ്ക്രീൻ ലോക്ക് ചെയ്യുന്നു, ജസ്റ്റ് F എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫേസ്ബുക്ക് എൻ്റെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വന്നു. അടുത്തതായി നമുക്കിവിടെ താഴെ കാണാം ഡ്രോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏത് ആപ്ലിക്കേഷനാണോ നമ്മളുടെ പേഴ്സണലായിട്ടുള്ളത്, ഈ സോഷ്യൽ മീഡിയ ആപ്പ് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ
നമുക്കത് ജസ്റ്റ് ആ ഭാഗത്ത് ഇത് ക്ലിക്ക് ചെയ്ത് ഡ്രോ ഈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏതാണ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഞാനിവിടെ ആമസോൺ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും ലോക്ക് സ്ക്രീൻ ഓഫ് ആക്കുക. അതിനുശേഷം ഈ എന്ന് ജസ്റ്റ് നമ്മളുടെ ഫിംഗർ കൊണ്ട് ജസ്റ്റ് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആമസോൺ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക്